Hi! ഇന്ന് നമ്മൾ മഷ്റൂം വെച്ചിട്ടൊരു ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മഷ്റൂം ഇടിയിറച്ചി. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മൾ മഷ്റൂംസ് അരിയുമ്പം പിന്നെ നീളത്തിൽ അരിയണം, എന്നാലേ ആ ഇടിയിറച്ചിയുടെ ഒരു ഫീല് വരുള്ളൂ. അല്പം കട്ടിയിൽ ഇങ്ങനെ മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ഏത് മഷ്റൂമും ഉപയോഗിക്കാം കേട്ടോ. ഇതാ ഞാൻ മഷ്റൂംസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാൻ കത്തിക്കാം. ഇതിലേക്ക് നമുക്കല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാൻ അല്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം കടുക് ചേർത്തൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഇത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് തക്കോലവും കൂടെ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. മസാലാസ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ചും ചേർക്കാം. ശരിക്കും നമ്മൾ നാടൻ ഡിഷസ് പ്രിപ്പയർ ചെയ്യുമ്പം എപ്പോഴും ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ലത് സവോളേനെക്കാട്ടിലും. സവോളയ്ക്ക് ചെറിയ മധുരം മുമ്പിൽ വരും. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. എന്ന് വെച്ച് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, നല്ലപോലെ ഒന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഒരു 5-6 അല്ലി. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്ന മഷ്റൂമിനനുസരിച്ച് വ്യത്യാസം വരും. ഞാനിവിടെ ഏകദേശം 1.5 കപ്പോളം മഷ്റൂം അരിഞ്ഞ് കഴിഞ്ഞിട്ട് 1.5 കപ്പോളം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കുള്ള അളവാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മീറ്റ് മസാല ചേർക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ മതിയാവും. ഒപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മസാലയുടെ പച്ചമണം നല്ലപോലെ മാറണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് മഷ്റൂംസ് ചേർക്കാൻ. മസാല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മഷ്റൂംസിനകത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ജസ്റ്റ് മഷ്റൂം ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോകും. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒപ്പം ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇതിലേക്ക് നമുക്ക് അല്പം ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ചില്ലി ഫ്ലേക്സോ വറ്റൽമുളക് ചതച്ച് ആദ്യം എണ്ണയുടെ കൂടെ പൊട്ടിച്ചോ എങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. നമുക്കിതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇടാം. ഇത് നമ്മുടെ മഷ്റൂം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇതാ നമ്മളുടെ മഷ്റൂം ഇടിയിറച്ചി റെഡി. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ടൈം, ടേസ്റ്റിംഗ് ടൈം. ഇതുണ്ടല്ലോ, ഇറച്ചിയല്ലാന്ന് ആരും പറയില്ല, അത്രയ്ക്ക് കിടു ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.